ഇപ്പൊ കാലിക്കറ്റ് ഒരു ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പോവാൻ മടിക്കുന്നുണ്ട്. കാലിക്കറ്റിലെ ജനങ്ങളുടെ ഒരു കൾച്ചർ, അത് സ്വഭാവം, ഫുഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാലിക്കറ്റിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. 2035 ആവുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു വേറൊരു കാലിക്കറ്റ്, ഒരു ന്യൂ കാലിക്കറ്റ്. തീർച്ചയായും അതാണ്. പിന്നെ മാനാഞ്ചിറ മുതൽ വെള്ളിമാട് നിന്ന് വരെയുള്ള റോഡ് അതുപോലെ തന്നെ മലാപ്പറമ്പ് മുതൽ വെള്ളിമാട് വന്ന് വരെയുള്ള സെക്കൻഡ് ഫേസ്, അതുപോലെ മാനാഞ്ചിറ മുതൽ പാവങ്ങാട് വരെയുള്ള റോഡ് ഇതേപോലെ ഫോർട്രാക്ക് ആക്കുന്നു. ഇതുപോലെ 12 റോഡുകൾ വികസിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇന്നലെ മന്ത്രിയുടെ ഒരു പ്രസംഗത്തിൽ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ഇതൊക്കെ വരുന്ന സമയത്ത് കോഴിക്കോടിന്റെ ട്രെമൻഡസ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. അത് മാത്രമല്ല, ഇപ്പൊ കാലിക്കറ്റ് ഒരു ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പോവാൻ മടിക്കുന്നുണ്ട്. കാലിക്കറ്റിലെ ജനങ്ങളുടെ ഒരു കൾച്ചർ, അത് സ്വഭാവം, ഫുഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാലിക്കറ്റിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ ജോലിക്ക് വരുന്ന ആൾക്കാർ തന്നെ ഇപ്പൊ എൻ്റെ അടുത്ത് ഒരുപാട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ട്രിവാൻഡ്രം അവിടെ നിന്നൊക്കെ വന്നതാണ്. പക്ഷെ അവർക്കൊന്നും കാലിക്കറ്റ് വിട്ട് പോകാനുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ അവർ വീട് വാങ്ങുക അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങിച്ച് സെറ്റിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അധിക ഡോക്ടേഴ്സും കോഴിക്കോട്ടേക്ക് ശരിക്കും ഒരു 2-3 വർഷത്തേക്കാണ് വരുന്നത്. തീർച്ചയായും പക്ഷെ അവര് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുന്നില്ല. ഇവിടെ സ്വന്തമായിട്ട് തന്നെ വീട് എല്ലാ കസ്റ്റമറോട് ചോദിച്ചാൽ വാങ്ങാനാണ് എല്ലാവരും താല്പര്യം. അത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ഷുവറായിട്ടും ജനങ്ങളുടെ ഒരു ഹോസ്പിറ്റാലിറ്റി ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ മുരളി പറഞ്ഞ മാതിരി ഫുഡ് കൾച്ചർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്, ടേസ്റ്റി മാത്രമല്ല, ഒരു ശരിക്കും വളരെ ഒരു എന്താ പറയാ ഹോംലി ഒരു ഫീൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അതാണ് മെയിൻ.